ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അതിലേക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, കുരുമുളക്, ഇത്ര സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ക്യാരറ്റ് കട്ട് ചെയ്തത്, 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, 1/2 കിലോ ചിക്കൻ, പിന്നെ കാഷ്നട്ട്, ഉണക്കമുന്തിരി, കറിവേപ്പില, ഗ്രീൻ പീസ്, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങാപ്പാൽ, സവാള കുറച്ച് വറുത്തത്. ഇത്ര സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പും, കറുവപ്പട്ട, ബേ ലീഫ്, തക്കോലം, ഇത്ര സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഇഞ്ചി ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, പിന്നെ ഗ്രീൻ പീസ്, ഒന്നെങ്കിൽ പച്ച ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഉണങ്ങിയ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതൊന്ന് ജസ്റ്റ് വഴന്ന് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കാഷ്നട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണേ. അത് നല്ലതാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇനി സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് അത്. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഏകദേശം സ്റ്റൂവിൻ്റെ പരിപാടികൾ കഴിയാറായി. നമുക്ക് പെട്ടെന്ന് കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് വെച്ചേക്കാം. ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ട് 2 സെപ്പറേറ്റ് വറക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഒന്ന് ഒരുമിച്ച് വറുത്താലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് വറുത്ത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ഈ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും ഉണക്കമുന്തിരിയും കുറച്ച് സവാള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതോടെ നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ള റെസിപ്പി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ വണക്കം.